पति ब्रह्मचारी। എടാ ഞാനും ഒരു ഗുണ്ടയാ, പക്ഷെ എനിക്ക് സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയണ. പിന്നെ മറ്റൊരു കാര്യം നിനക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ്, ഇവളെ ഞാൻ വിവാഹം കഴിച്ചു എന്നുള്ള കാര്യം. ഇവളെ എന്റെ ഉത്തരവാദിത്വം. ഇതെല്ലാം അറിയാഞ്ഞിട്ട് ഇവളുടെ ദേഹത്ത് കൈവയ്ക്കാനുള്ള ധൈര്യം നിനക്ക് എങ്ങനെ ഉണ്ടായി? ഞാൻ തന്നോട് പറഞ്ഞല്ലേ വെറുതെ അബദ്ധങ്ങളൊന്നും കാണിക്കരുതെന്ന്. അത് അനുസരിക്കാതെ ഈ സ്ഥലത്ത് വന്നുവല്ലേ. ഇനി ഇങ്ങനെ കരച്ചിലും പിടിച്ചു വന്ന് നിർത്തുന്നുണ്ടോ പ്ലീസ്? നിനക്ക് രക്ഷപ്പെടാൻ ഞാൻ അവസരം തന്നതായിരുന്നു, എന്നിട്ടും നീ എന്റെ ഈശയെ തൊടാനുള്ള ധൈര്യം നിനക്ക് എവിടുന്ന് കിട്ടി? എങ്ങനെ ധൈര്യം ഉണ്ടായെന്ന്? സൂരജ്, ഞാൻ ഇവരെ ഇപ്പൊ തൊട്ട ഇവന്റെ ബ്രഹ്മചര്യം തകർന്നു പോകും. തൊടാനും പറ്റില്ലല്ലോ. സൂരജ്, ഇവന്റെ ഒരു ബ്രഹ്മചര്യം. സൂരജ്, സൂരജ് എഴുന്നേക്ക്. സൂരജ്, നീ നിന്റെ ജീവൻ പണയം വെച്ച് എന്നെ രക്ഷിച്ചു. നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സൂരജ്, എഴുന്നേക്ക്. സൂരജ്, സൂരജ് ഒന്ന് കണ്ണു തുറക്ക് പ്ലീസ്.
സൂരജ്, എന്റെ ഭഗവാനെ, സൂരജിന് ഒന്നും സംഭവിക്കരുത്. സൂരജ്, സൂരജ് ഒന്ന് കണ്ണു തുറക്ക്. സൂരജേട്ടാ, സൂരജേട്ടാ, ചേട്ടത്തി. എന്തായാലും നീ എത്തിയല്ലോ. ഇവനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചേ പറ്റൂ. വേഗം പിടിക്ക്. സൂരജ്, സൂരജ് ഒന്ന് കണ്ണു തുറക്ക്. സൂരജേട്ടാ, കണ്ണു തുറക്കൂ. എന്റെ ഭഗവാനെ, എന്നാലും മനസ്സെന്താ ഇത്ര അസ്വസ്ഥമാവുന്നത്? എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടക്കാനിരിക്കുന്നത് പോലെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നാലും സൂരജ് എന്തിനാ ഇങ്ങനെ ചെയ്തത്? അതിനു മാത്രം അവൻ എന്താ പ്രശ്നം? എന്നാ ഇപ്പൊ അവനെ കാണുന്നുമില്ല. അവൻ ഇതെവിടെ പോയി കിടക്കുക? ഇതിലുള്ള മെഡിസിൻസ് ഉടനെ വാങ്ങിച്ചിട്ട് വരണം. ഇങ്ങ് തരൂ. അരുത് അച്ഛാ, അങ്ങനെ ചെയ്യരുതേ അച്ഛാ. ഞാൻ നിന്റെ തലയില് ഈ ഗുണ്ടാ ബ്രഹ്മചാരിയെ വച്ചു തരുവാ. ഞാൻ എന്റെ ബാക്കിയുള്ള ജീവിതം നിന്നോടൊപ്പം കഴിയാൻ ആഗ്രഹിക്കുന്നു വിശാൽ. പക്ഷെ നിനക്ക് വേണ്ടി എനിക്ക് മരിക്കാൻ കഴിയില്ല. രംഗണ്ണ എന്നെ ഒന്ന് വിട്ടേക്ക്. ഇവളോട് നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോ. IASന്റെ അർത്ഥം എന്താണെങ്കിലും നിനക്കറിയോ? നിന്നെ പോലുള്ള ഗുണ്ടകൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ ഗുണ്ടേ, കൊള്ളാലോ, ഇവൻ ഗുണ്ടയാ. ചതി, വഞ്ചന, ഇതൊന്നും അല്ലാതെ നിനക്ക് എന്താ അറിയുന്നേ? ഞാൻ സോറി പറഞ്ഞ നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ്. ഞാനും ഒരു ഗുണ്ടയാണ്. ഇടിയോ തല്ലോ കുത്തോ അങ്ങനെ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഞാൻ ചെയ്യും. പക്ഷെ ഒരു സ്ത്രീയുടെ മാനം എന്താണെന്ന് മറ്റെല്ലാവരെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് നല്ലതുപോലെ അറിയാവുന്ന കാര്യമായിരുന്നു ഇവളെ ഞാൻ വിവാഹം കഴിച്ചു നോക്കുന്നത്. ഇവളെ എന്റെ ഉത്തരവാദിത്വം. ആദ്യ അച്ഛൻ, പിന്നെ രോഹൻ, ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടവർ, എന്നും കണ്ണടച്ച് വിശ്വസിച്ചവർ, അവര് തന്നെ എന്നെ ചതിച്ചത്. തലയിൽ കുറച്ച് മൾട്ടിപ്പിൾ ഇഞ്ചുറി ആയിട്ടുണ്ട്. അതുകൊണ്ട് പേഷ്യന്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർജറി ചെയ്തേ പറ്റൂ. അയാളുടെ ക്ലോസ് ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും സൈൻ ചെയ്തേ പറ്റൂ. മാഡം, ഞാൻ നിങ്ങളോടാ സംസാരിക്കുന്നത്. പേഷ്യന്റുമായിട്ട് നിങ്ങളുടെ റിലേഷൻ എന്താണ്? അല്ലെങ്കിൽ അടുപ്പമുള്ള ഏതെങ്കിലും ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടോ? ഉടനെ സൈൻ ചെയ്യാൻ പറ്റിയ ആരെങ്കിലും? ഉണ്ട്, ഞാൻ സൈൻ ചെയ്യാം. പേഷ്യന്റുമായിട്ട് നിങ്ങളുടെ റിലേഷൻ എന്താണ്? ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. നിങ്ങൾ പെട്ടെന്ന് ഓപ്പറേഷന്റെ കാര്യങ്ങൾ നോക്കിക്കോളൂ. അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കാൻ പാടില്ല. നിന്റെ ഭർത്താവിന്റെ ജീവൻ അപകടത്തിലാണെന്ന് കേട്ടു.
ഇവിടെ പുറത്തൊരു ഹനുമാന്റെ അമ്പലമുണ്ട്. അവിടെ ചെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭഗവാൻ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർത്തു തരുമെന്നാ പറയുന്നത്. എന്റെ ഹനുമാൻ സ്വാമി, അങ്ങ് ഭക്തന്മാരുടെ സങ്കടം തീർക്കുന്നവനല്ലേ? സൂരജിന്റെ ജീവൻ അപകടത്തിലാണ്. അവനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചു തരണം പ്ലീസ്, പ്ലീസ്. മോളെ, നീ ആരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ പ്രവർത്തിക്കുന്നത്? അതാരാണ്? തിരുമേനി, അതെന്നെ. ഇന്ന് വളരെ നല്ലൊരു ദിവസമാണ് മോളെ. ഇന്നാണ് ഹനുമാൻ സ്വാമി ലക്ഷ്മണന്റെ ജീവൻ രക്ഷിച്ചത്. അതുകൊണ്ട് ഇന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ഈ ഗത എടുത്ത് ഉയർത്തിയാൽ അയാൾ ആഗ്രഹിക്കുന്ന കാര്യം സ്വാമി നടത്തിക്കൊടുക്കും. സൂരജ് ഇന്ന് എന്റെ ജീവൻ രക്ഷിച്ചു. അവന്റെ ജീവൻ രക്ഷിക്കാൻ ഞാൻ എന്തിനും തയ്യാറാ. ഇത്രയും വെയിറ്റുള്ള ഗത ഈ കുട്ടി എങ്ങനെ ഉയർത്താനാ? ജയ് ഹനുമാൻ. പവനപുത്ര ഹനുമാൻ സ്വാമി ജയിക്കട്ടെ. ജയിക്കട്ടെ. ഹനുമാൻ സ്വാമി ജയിക്കട്ടെ, ജയിക്കട്ടെ. ഡോക്ടർ, ഡോക്ടർ, സൂരജിന് എങ്ങനെയുണ്ട്? പേടിക്കാൻ മാത്രമൊന്നുമില്ല. ഓപ്പറേഷൻ സക്സസ്ഫുൾ ആണ്. കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ബോധം വരും. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ശരി. ശ്രീ കൃഷ്ണ ഗോവിന്ദ ഹരേ. സന്തോഷായി ഗോപാലകൃഷ്ണ. അവൻ സ്വന്തം ജീവൻ പണയം വെച്ച് എന്നെ രക്ഷിക്കാൻ നോക്കിയവനാ. അവനൊന്നും പറ്റരുത്. നിങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നിട്ടും റോഹൻ അവിടെ നിന്ന് എങ്ങനെ ഓടിപ്പോയി? പറടാ. മുതലാളിയുടെ മോൾ അവിടെ എങ്ങനെ എത്തിയെന്ന് എനിക്കറിയില്ല. വിഷയോ? അതെ. അവരാ പയ്യനെ രക്ഷിക്കാൻ വേണ്ടി വന്നതാ. ഇഷ മാഡം ആ പയ്യനെ രക്ഷിക്കാൻ വേണ്ടി അവിടെ വന്നതാ. എന്ന് വെച്ചാൽ അവർ രണ്ടുപേരും നിങ്ങളുടെയൊക്കെ കൺമുന്നിൽ വെച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണോ? അങ്ങനെയൊന്നുമല്ല. ആ പയ്യൻ 1-ാം നമ്പർ പേടുത്തുണ്ടായിരുന്നു. അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ ഓടിപ്പോയി. ഓടാ. ദേഷ്യം വെറുപ്പൊക്കെ മനുഷ്യരോടല്ലേ കാണിക്കേണ്ടത്? ആഹാരത്തിനോട് എന്തിനാ അമ്മായി? എല്ലായിടത്തും അന്വേഷിച്ചു, എവിടെയും കണ്ടില്ല. എന്തിന്? പോലീസ് സ്റ്റേഷനിൽ വരെ ചെന്ന് നോക്കി. സൂരജ് എവിടെ പോയാണെന്ന് ഒരു പിടിയില്ല. ഇന്ന് വരെ അവൻ ഒരിക്കലും ഇത്രയും സമയം വീട്ടിൽ വരാതിരുന്നിട്ടില്ല. അഥവാ വൈകിയെ തന്നെ അവൻ വിളിച്ച് പറയാറുമുണ്ട്. പക്ഷെ ഇതിപ്പോ എന്റെ ഭഗവാനെ, എന്റെ മോൻ എവിടെ പോയതാ? സൂരജ് മടങ്ങി വരുന്നതുവരെ എന്റെ വയറ്റിൽ ഒരു തുള്ളി വെള്ളം പോലും ഇറങ്ങില്ല. ഇതെല്ലാം എന്റെ മുന്നിൽ നിന്ന് മാറ്റിവെക്ക. മാന്യന്മാര് മാത്രമേ സമയത്തിന് വീട്ടിലെത്താറുള്ളൂ ചേട്ടത്തി. ഗുണ്ടകള് വരാറില്ല. അതുകൊണ്ട് അവന് വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരും പട്ടിണി കിടക്കേണ്ട കാര്യവുമില്ല. അല്ലാതെ എന്താ? എനിക്ക് വിശന്നിട്ട് വയ്യ. അമ്മ രാവിലെ മുതൽ മോന്തി വിളിച്ച് വെച്ചിരിക്കുന്നോണ്ട് എനിക്കൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. ഇനി വിശപ്പിന്റെ കാര്യമേ ഉണ്ടായിരുത്. പറയുന്നത് കേട്ടില്ലേ? അമ്മ നിരാഹാര വ്രതത്തിലാ.
ഇനിയിപ്പോ അമ്മ സൂരജിനെ കാണുന്നത് വരെയും ഇവിടെയുള്ള ആർക്കും ഒന്നും കിട്ടില്ല. ചേട്ടത്തി ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വന്നേല്ലേ ഉള്ളൂ. അപ്പൊ സമയത്തിന് മരുന്ന് കഴിക്കുക, സമയത്തിന് ആഹാരം കഴിക്കുക, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കഴിക്കുക, ആഹാരം കഴിക്കുക. നിങ്ങളൊക്കെ ഏത് മഹാരാജാവിനെ പ്രതീക്ഷിച്ചാ പട്ടിണി കിടക്കുന്നേ? അവൻ വലിയ IAS ഓഫീസർ ഒന്നും അല്ലല്ലോ, വലിയ ജോലി തിരക്കിലാണെന്ന് പറയാൻ. പോയി എവിടെയെങ്കിലും തല്ലുകൊണ്ട് കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വല്ലവരും തല്ലുന്നുണ്ടാവും, കോളറിൽ പിടിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടാവും. അവനെ ആരും കാത്തിരിക്കൊന്നും വേണ്ട, എല്ലാവരും പോയി ഭക്ഷണം കഴിക്കൂ, ചെല്ലു. പക്ഷെ ചേട്ടന്റെ കാര്യത്തിൽ അച്ഛനും ആശങ്കയില്ലേ? അതുകൊണ്ടല്ലേ എല്ലാവരോടും കഴിക്കാൻ പറഞ്ഞിട്ടും അച്ഛൻ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാത്ത? ആ ടെൻഷൻ കൊണ്ടല്ലേ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നത്? എന്നാ ഞാനിരുന്നല്ലോ, പോരെ? ഇതുപോരെ? ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞതല്ലേ അവൻ. ഇനിയിപ്പോ എന്തിനാ ഞാൻ അവനെ കാത്തിരിക്കുന്നത്? അവനൊരു കടിഞ്ഞാണില്ലാത്ത കുതിരയാ, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. കടിഞ്ഞാണിടാൻ മാത്രം ഒന്നും ഇല്ലല്ലോ. അനിയ, അവൻ ഇന്ന് ഇങ്ങോട്ട് വരട്ടെ, ഞാൻ സംസാരിക്കാം അവനോട്. നിങ്ങള് പൈസയൊക്കെ അറേഞ്ച് ചെയ്ത് വളരെ വലിയ സഹായമാണ് ചെയ്തത്. താങ്ക് യു. ഇതിലിപ്പോ താങ്ക് യു പറയേണ്ട കാര്യം എന്താ ചേട്ടത്തി? അല്ല, ഇഷ മേഡം, ഇഷ ചേട്ടത്തി, അല്ലെങ്കിൽ മേഡം, എന്താ വിളിക്കേണ്ടതെന്നും പിടികിട്ടുന്നില്ല. ഇഷ എന്ന് വിളിച്ചാ മതി. ഇഷ ജി നാക്കാം. പിന്നെ ലോകം ഞങ്ങളെയൊക്കെ മനസ്സിലാക്കാതെ ഞങ്ങളെ പുറംകാലുകൊണ്ട് തൊഴിച്ചപ്പോ ഞങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തെന്ന ആളാ സൂര്യചേട്ടൻ. അതുകൊണ്ട് സൂര്യചേട്ടന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഞങ്ങളതിൽ നിന്ന് പിന്മാറില്ല. എന്നാലും താങ്ക് യു. എക്സ്ക്യൂസ് മീ ഡോക്ടർ. സൂര്യചേട്ടൻ പാവം തന്നെ, ഒരു ബ്രഹ്മചാരിയായി പോയി. ഇങ്ങേർക്ക് ഇതെന്താ പറ്റിയത്? ആ കുട്ടിയുടെ വലയപ്പെടാൻ ഇടൊന്നും ഇല്ലാതിരിക്കട, അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. സാധാരണ സിനിമയിലൊക്കെ ഇങ്ങനെയല്ലേ ഉണ്ടാവുന്നത്. ആദ്യം ഹീറോയിൻ ഭയങ്കര ഉടക്കായിരിക്കും, പിന്നെ ഹീറോയിന് വേണ്ടി ഹീറോ ഫൈറ്റ് ചെയ്യും, അതല്ലേ പതിവ്. പിന്നെ ഇപ്പൊ എന്താ, അതോടെ പടം തീരും. ഞാൻ ഡോക്ടറോടെല്ലാം സംസാരിച്ചു. നിനക്കിനി വീട്ടിലേക്ക് പോവാം. അപ്പൊ നിങ്ങളോ? ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോവാ. ശരി, പൊയ്ക്കോളൂ. അദ്ദേഹം പറയുന്നത് അനുസരിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം എനിക്ക് വീണ്ടും നിങ്ങളുടെ ഉത്തരവാദിത്വം തലയിലേറ്റി നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ലല്ലോ. ഇതെന്ന് ഈശാ മാഡത്തിന് കൊണ്ടു കൊടുക്ക. ശരി ഇഷാജി. രോഹൻ എന്താ ചെയ്തത്? അവൻ പോയി കഴിഞ്ഞിട്ട് ഗുണ്ടകൾ എന്നെ എന്ത് ചെയ്യുന്നു പോലും ആലോചിച്ചില്ല. എന്നാൽ ശരിക്കും ഒരു ഗുണ്ടയായ ഇവൻ ഇപ്പോഴും എന്നെ കുറിച്ച് ഓർക്കുന്നു. ഈശ്വര, എല്ലാ പ്രശ്നങ്ങളെ അകറ്റി തരണേ.
എന്റെ മോന്റെ മനസ്സിന് സമാധാനം കൊടുക്കണേ. അവൻ ചിരിക്കാൻ തന്നെ മറന്നുപോയി. അവന്റെ സന്തോഷങ്ങളൊക്കെ തിരിച്ചു കൊടുക്കണേ. അവൻ എല്ലാ സന്തോഷങ്ങളും തിരിച്ചു വരട്ടെ. ഒരമ്മ മോന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അത് സഫലമാകാതിരുന്ന ചരിത്രമുണ്ടോ? ഭഗവാൻ അമ്മയുടെ പ്രാർത്ഥന കേട്ടു അമ്മേ. അമ്മയുടെ മോന്റെ സന്തോഷങ്ങളൊക്കെ തിരിച്ചു വരാൻ പോവാ. ഞാൻ ജയിച്ചെന്ന്. അതിന് അവൾ ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ. അതുപോലെ വന്ന് നിന്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കാനും തയ്യാറായിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാ നീ ജയിച്ചേ? അമ്മേ, അവള് തിരിച്ചു വരികയും ചെയ്യും. എന്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കുകയും ചെയ്യും. കാരണം നമ്മളെയൊക്കെ എതിർത്തത് ഒരു പയ്യന് വേണ്ടിയാണല്ലോ. ആ പയ്യൻ തന്നെ അവളെ ഇപ്പൊ ഉപേക്ഷിച്ച് ഓടിപ്പോയിരിക്കുക. ഇപ്പൊ അവളുടെ തലയ്ക്കകത്ത് വെളിച്ചം കയറി കാണും. ഗുലാബ് സിംഗ് പറഞ്ഞാൽ അനുസരിക്കാത്തതിലുള്ള പ്രത്യാഘാതം എന്താണെന്ന് അവൾ മനസ്സിലാക്കി കാണും. ഗുലാബ് സിംഗിന്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ തീരുമാനം പോലെയാണ്. ഭഗവാന്റെ തീരുമാനത്തെ ധിക്കരിക്കുക എന്നുള്ള തെറ്റാണ് അവൾ ചെയ്തിരിക്കുന്നത്. ആ തെറ്റിനുള്ള മാപ്പ് പറയാനായി ഇന്നല്ലെങ്കിൽ നാളെ മുട്ടുകാലിൽ എഴഞ്ഞ് അവൾക്ക് എന്റെ മുന്നിൽ വന്നേ തീരൂ. പക്ഷേ അച്ഛ, അവൾക്ക് അങ്ങനെ എളുപ്പത്തിൽ മാപ്പ് കൊടുക്കരുത്. അച്ഛനെതിരെ പ്രവർത്തിക്കുന്നതിന്റെ പരിണത ഫലം എന്താണെന്ന് അവൾ അറിയണമല്ലോ. അനുരാഗ് പറഞ്ഞു ശരി തന്നെയാ. നീയാണെങ്കി പണ്ട് തന്നെ അവളെ തലയിൽ കയറ്റി വെച്ചു. ഇനിയിപ്പോ അവള് വീണ്ടും വന്നാ അവളുടെ മുഖം കണ്ട് നിന്റെ മനസ്സുരുകരുത്. പകരം നല്ല ശിക്ഷ കൊടുക്കണം. അതവള് ജീവിതകാലം മുഴുവൻ ഓർക്കുകയും വേണം. അച്ഛാ, ഈശ, എന്താ ഇത്? ഇവൾക്ക് എന്താ പറ്റി? ലോകത്തിന്റെ മുഴുവൻ ദുരിതവും ഏറ്റുവാങ്ങിയ ശേഷം തളർന്ന അവശയായി വന്നിരിക്കുകയാണ് എന്റെ മോള്. നിന്നെ വരവേൽക്കുമ്പോ ശരിക്കും ഒരു മാല ഇട്ടിട്ടാ വരവേൽക്കേണ്ടത്. ഈ സ്വർണ്ണാഭരണം നിനക്ക് ഗുലാബ് സിംഗിന്റെ വിജയം എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഞാനാ നിന്റെ വിധികർത്താവ്, മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു അച്ഛൻ. റോഹൻ എനിക്ക് ചേർന്നവനെയല്ല. അച്ഛൻ ശരിക്കും എനിക്കൊരു ഉപകാരമാണ് ചെയ്തു തന്നെ. എന്നെ അവന് കല്യാണം കഴിച്ചു കൊടുത്തില്ലല്ലോ. ഏയ്, ഇതൊന്നും കാര്യമില്ല മോളെ. ഞാൻ എന്റെ കടമ ചെയ്തേ ഉള്ളൂ. അപ്പൊ അതൊക്കെ പോട്ടെ മോളെ. നീ ആദ്യം നിന്റെ കടമ ചെയ്യും. എന്നോട് മാപ്പ് ചോദിക്ക. എന്നിട്ട് അച്ഛന്റെ മോളായിട്ടിക്ക് വാ. ഞാൻ വരാൻ വന്നതല്ല, ഇവിടുന്ന് പോവാൻ വേണ്ടി വന്നതാ. പക്ഷെ പോകുന്നതിന് മുന്നേ അച്ഛനോടൊരു നന്ദി പറയണമെന്ന് തോന്നി. താങ്ക് യു അച്ഛാ. അതെന്നെ സൂരജിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതിനാ.